അമ്മ മറ്റു വിവാഹം കഴിക്കും. അപ്പൊ മോൻ എന്താ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അങ്ങനെ അമ്മയുടെ ലൈഫ് അമ്മ അത് എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അങ്ങനെയൊന്നുമില്ല, അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നിൽക്കട്ടെ. അച്ഛന്റെ സ്ഥാനം ഇനിയിപ്പോ ആര് വന്നാലും കിട്ടില്ല. ആ ഒരു വിടവ് ഒരു വലിയ വിടവ് തന്നെയാണ്. ഒരിക്കലും അത് നികത്താൻ സാധിക്കില്ല. അച്ഛൻ്റെ സ്ഥാനം ഇപ്പം എന്തായാലും ഇനിയിപ്പം വരുത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക. ഞാൻ 1 വർഷമാവുന്നതിന് മുന്നേ വേറെ കെട്ടും. കിച്ചുവിനെ, ഋതുവിനെ അല്ല, കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് കേട്ടതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എൻ്റെ ലൈഫിൽ കൊല്ലസുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് എൻ്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. കൂട്ടുകാരൊക്കെ ആണെങ്കിലും അവർ പറഞ്ഞു തരും, നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെപ്പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം. ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയണത്. സുധിയച്ച എന്ത് ചെയ്യാനാ ചോദിക്കുന്നത്? അന്ന് ഞങ്ങളെ കരുതിയ കരുതൽ ഇന്ന് നിമിഷം വരെ ഇപ്പൊ 7 മാസമായി ഏട്ടൻ പോയിട്ട്. ആ ഏട്ടന്റെ എന്താ പറയാ, സ്വന്തം സഹോദരി എന്ന രീതിയിൽ തന്നെയാണ് ചിന്നു ഞങ്ങളെ കരുതുന്നത്. ആ സ്നേഹവും ആ കരുതലും എല്ലാം എന്താ പറയാ, ഒരിക്കലും ഡ്രാമയല്ല. ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവര് എടുത്ത് പറയാതെ ഒരിക്കലും ഒരു ഡ്രാമയല്ല. ആ സ്നേഹവും കരുതലും എല്ലാം സത്യമാണ്. ലക്ഷ്മി നക്ഷത്രയുടെ ഞങ്ങളുടെ സ്വന്തം സഹോദരി ആണ് അവൾ. ചിന്നുവും എന്താ പറയാ, സുചേട്ടനും തമ്മിലുള്ളൊരു ബന്ധമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ്, സഹോദര ബന്ധമാണ് അവിടെ അത് കാണിക്കുന്നത്. ഞങ്ങളെ ഇതുവരെയായിട്ട് എന്താ പറയാ കൈവിട്ടിട്ടില്ല അവൾ. ആ ഒരു കരുതല് ഇപ്പൊ 7 മാസമായി. 7 മാസമായിട്ട് അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് തരുന്നുണ്ട്. അത് ആരുടെ അടുത്തും പബ്ലിക് ആക്കിയിട്ടില്ല. ഇത്രയും ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും എന്താ പറയാ, ചിന്നുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഋതപ്പനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ടോയിയാണ്. ഒരു 10-20,000 രൂപയുടെ ടോയ് ഞാൻ തോന്നുന്നു കുഞ്ഞിനെ മേടിച്ചോണ്ട് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഒത്തിരി ടോയ്സ്, അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അതൊക്കെയല്ലേ സന്തോഷം. അതുപോലെ ഡ്രസ്സ് ആണെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റുകളാണേലും അതിലിവര് ഒന്നും അല്ല. ലക്ഷ്മിയെ പോലെ ഒരു ആള് നമ്മുടെ വീട്ടിൽ വന്നല്ലോ. സത്യം പറഞ്ഞാ ടങ് ക്ലീനർ പോലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് സത്യം. ആളുടെ ഒരു സാധനങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചിന്നു ലക്ഷ്മി വന്ന വ്ളോഗിൽ ഇങ്ങനെ ഒരു മരിച്ച ആൾക്കാരുടെ ഡ്രസ്സിന്റെ മണം വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അപ്പം ചിന്നു എന്നോട് വാക്ക് തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി അന്ന് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആ ഡ്രസ്സ് ഞാൻ എവിടെ നിന്നാണേലും അത് ആ മണം പെർഫ്യൂം ആക്കി തരാമെന്ന്. പക്ഷേ ചിലരെങ്കിലും സുധിച്ചേട്ടനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ മറന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ആത്മാവെന്ന് പറയുന്ന ആ ഒരു സത്യം ഉണ്ടെങ്കിൽ ആളുടെ ആത്മാവിന് അന്ന് മോക്ഷം കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വീട് പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുമ്പോഴായിരിക്കും അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടുക. രേണു ചേച്ചി, കിച്ചുമോനെ നമസ്കാരം. സുധിച്ചേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് ഇപ്പൊ 7 മാസം പിന്നിടുകയാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്നു. കുടുംബത്തിലെ പല വിശേഷങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, സഹപ്രവർത്തകരെ വ്ളോഗിൽ കൂടെ ഒക്കെ അറിയുന്നുണ്ട്. ലക്ഷ്മി നക്ഷത്രമൊക്കെ കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ചേച്ചിക്ക് ഒരു ജോലിയില്ല, കുടുംബം കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സുധിച്ചേട്ടന്റെ സ്വപ്നമായ വീട് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അതിന്റെ വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കാറായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? വീടിനെ പറ്റി പറയാൻ എന്താ പറയാ, സുധിച്ചേട്ടന്റെ സ്വപ്നം തന്നെയാണ് പൂവണിയുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അത് കാണുമ്പം. വീടിന്റെ വയറിങ് നടക്കുന്നു. ഒരു ലക്ഷ്മി നക്ഷത്രം വന്ന, അതായത് ചിന്നു വന്ന വ്ളോഗിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അത് വീടിന്റെ പണിയും കാര്യങ്ങളും എത്രത്തോളം ആയെന്ന്. അതുപോലെ 24ന്റെ സംസ്ഥാന സമ്മേളനത്തിനും വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം പണിയായെന്ന്.
ഒരു 4 മാസത്തിനകം എന്തായാലും അവരത് പൂർത്തീകരിച്ച് തരുമെന്നാണ് KSDC ഒക്കെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, മോനെന്താ പറയാനുള്ളത്? ഇപ്പൊ വീട് പോയി കണ്ടപ്പോ എന്താ തോന്നിയത്? ചേച്ചി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പോയി കാണുന്നത്. പെട്ടെന്ന് പണി തരുന്നത് ഉള്ളിലൊക്കെ കേറി കണ്ടായിരുന്നു. അപ്പൊ എല്ലാം കയറി ചേച്ചി എന്താ പറയാനുള്ള വീട് കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. പക്ഷെ എങ്കിലും സൂചേട്ടന് എന്താ പറയാ, ആളുടെ ഒരു ടോട്ടലി ഒരു പ്രസൻസ് ഇല്ലാത്ത ആ വീട് എന്തായാലും ശൂന്യത തന്നെയാണ്. എപ്പോഴും ഒരു എംപ്റ്റി ആയിട്ട് കിടക്കും ആളുടെ. പിന്നെ ആത്മാവെന്ന് പറയുന്ന ആ ഒരു സത്യം ഉണ്ടെങ്കിൽ ആളുടെ ആത്മാവിന് അന്ന് മോക്ഷം കിട്ടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വീട് പൂർത്തീകരിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുമ്പോഴായിരിക്കും അദ്ദേഹം എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടുക എന്ന ഒരു വിശ്വാസം. ആ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അല്ലേ? തീർച്ചയായിട്ടും കാത്തിരിപ്പാണ്. ഋതുപ്പൻ എന്താ പറയുന്നേ? ഫ്രണ്ട്സ് സുഖമാണോന്ന് ചോദിച്ചു. ഉറക്കെ പറ, അങ്ങോട്ട് നോക്കി പറ. ഫ്രണ്ട്സ് ഹാപ്പിയാന്ന് പറ. അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? അച്ഛൻ എവിടെ പ്രോഗ്രാമിന് പോയേക്കാണോ? ആണോ? എന്നാ ഇനി വരുന്നേ? സുധിയച്ച എന്ത് ചെയ്യാന്നാ ചോദിക്കുന്നത്? ഇപ്പൊ എത്രാം ക്ലാസ്സിൽ മോൻ പഠിക്കുന്നത്? LKG. നന്നായിട്ട് കുഴപ്പമില്ല, ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ. ചേച്ചി, സുധിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞു, ചില മാസങ്ങൾ കഴിഞ്ഞ് ചിലതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. ഇപ്പോഴത്തെ ഇവരുടെ ഈ കണ്ണുനീരൊക്കെ മാറും, കൊല്ലം സുധിയുടെ ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ച് പോവും, ആ കുട്ടി മൂത്ത കുട്ടി അനാഥമാവും, ഇത്തരത്തിലൊക്കെ പല രീതിയിലുള്ള ഒരു ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കേട്ടതുവാ. ഞാൻ 1 വർഷമാവുന്നതിന് മുന്നേ വേറെ കെട്ടും, കിച്ചുവിനെ, ഋതുവിനെ അല്ല കിച്ചുവിനെ അടിച്ചിറക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് കേട്ടതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല. എൻ്റെ ലൈഫിൽ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന രീതിയിലല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് എൻ്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഉറച്ച തീരുമാനമാണ്. എനിക്ക് കാരണങ്ങൾ പലതുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. അത് എൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. എന്തായാലും എൻ്റെ മരണം വരെ ഞാൻ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം. കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇനിയൊരു ജീവിതമുണ്ട്, ചെറുപ്പമാണ്, അത്തരത്തിൽ? കുടുംബത്തിലുള്ളവർ പറയത്തില്ല. കാരണം പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വേറെ കല്യാണം കഴിക്കില്ല എന്ന്. കാരണം സുധിച്ചേട്ടനെ പോലെ വേറെ ആരും ആവില്ല. അത് ഒന്നാമത്തെ കാരണം. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളായിട്ട് തന്നെ, സുധിച്ചേട്ടനെ എൻ്റെ മക്കളായിട്ട് തന്നെ ഇരിക്കണം രണ്ടുപേരും. ഇനി വേറൊരാൾ വന്നാൽ ഒരിക്കലും അവരെ അങ്ങനെ ഒരിക്കലും കാണില്ല. ആ ഒരു ഇതെന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒന്നാമത്തെ തീരുമാനം, ഈ കടുത്ത തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ മക്കള് രണ്ടുപേരും, സുധിച്ചേട്ടൻ്റെ മക്കള്, ഞങ്ങളുടെ മക്കളായിട്ട് തന്നെ ജീവിക്കുക. അപ്പം ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ആണെങ്കിലും, അവര് പറഞ്ഞു തരും നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം, ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയണത്. കിച്ചുമോൻ എന്താ പറയാനുള്ളത്? കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, ഇപ്പൊ അമ്മ മറ്റു വിവാഹം കഴിക്കും, അപ്പൊ മോൻ എന്താ ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അമ്മയുടെ ലൈഫ് അമ്മ അത് എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അല്ല, അമ്മ ഇപ്പം പറയുന്നുണ്ടല്ലോ ഒരിക്കലും അത്തരത്തിലൊരു തീരുമാനം, ഉറച്ച തീരുമാനമാണ്, മറ്റൊരു വിവാഹം ഇല്ല മരണം വരെ എന്ന് പറയുന്നുണ്ടല്ലോ. മോനും അങ്ങനെ തന്നെ വേണം എന്നാണ്? അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നിൽക്കട്ടെ. ഇപ്പൊ എങ്ങനെ പോകുന്നു ഇവിടെ ലൈഫൊക്കെ? എല്ലാരും ഹാപ്പിയാണോ? ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ. ഋതുപ്പനൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം കുഴപ്പമില്ല, മോൻ നന്നായിട്ട് നോക്കുന്നുണ്ടോ? നേരത്തെ നമ്മള് ഋതുപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ കാര്യം. അപ്പൊ ഋതുപ്പൻ പറയുന്നുണ്ട്, ചേച്ചിയോട് ചോദിക്കാറുണ്ടോ ഇപ്പം? തീർച്ചയായിട്ടും അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇങ്ങനെ. അവനറിയാം, നമ്മളാരും പറഞ്ഞു പഠിപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു പഠിപ്പിച്ചോ ഒന്നുമല്ല, അവനറിയാം. മരിച്ചു പോയെന്ന് തന്നെ പറയാം, കയ്പമംഗലം എന്ന് വരെ പറയും അവൻ. കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, ആരും പറഞ്ഞു പഠിപ്പിച്ചൊന്നുമല്ല അവനെ. അവൻ സുധിച്ചേട്ടനായിട്ട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരുന്നു.
എപ്പോഴും ഏട്ടൻ ഇപ്പൊ പുറത്തിറങ്ങണമെങ്കിൽ ഇവൻ ഈ സൂചിച്ചേട്ടൻ ഷർട്ട് ഇട്ടുകൊണ്ട് ഷൂട്ടിന് പോകണമെങ്കിൽ ഇവൻ കാണുവാണെങ്കിൽ വഴക്കരയും. അതുകൊണ്ട് ഏട്ടൻ ചിലപ്പോൾ ഷർട്ട് ഊരിയിട്ടൊക്കെയാണ് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നത്. പകുതി ചെന്നിട്ടാണ് കാറിൽ കയറി പോകുന്നത് ഇവനെ കാണാതിരിക്കാൻ. അതുപോലത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയി. ഇവനെങ്ങും വിടത്തില്ലായിരുന്നു ഏട്ടനെ. പക്ഷെ ഇപ്പൊ അവന് മനസ്സിലായി ഇനി തിരിച്ചു വരത്തില്ലെന്നും. ഞാൻ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നത്, ചോദിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ. ഇല്ല അച്ഛൻ വരത്തില്ല എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. കാരണം പിന്നെ അവൻ ഓർത്തിരിക്കണ്ടല്ലോ വരുമെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു. പക്ഷെ മരിച്ചെന്നോ അല്ലെങ്കിൽ കയ്പമംഗലത്ത് വണ്ടി ഇടിച്ചെന്നോ ഒക്കെ കുട്ടിക്ക് എങ്ങനെയാണെന്നറിയത്തില്ല. പറഞ്ഞ് പഠിപ്പിച്ചൊന്നുമല്ല, ആൾക്കാർ പറയുന്നത് കേട്ടോ ഒക്കെ ആയിരിക്കും അവൻ പറയുന്നത്. മരിച്ചു പോകാൻ തന്നെ അവനറിയാം. പക്ഷെ ആ മരണത്തിന്റെ അർത്ഥമൊന്നും കുഞ്ഞിന് അറിയാനുള്ള പ്രായമൊന്നുമില്ല. ലക്ഷ്മി നക്ഷത്ര വ്ലോഗ് ചെയ്തിട്ട് പോയല്ലോ, അത് നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് നന്നായിട്ട്. പക്ഷെ ചില ആളുകൾ അത് കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവര് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊരു ഡ്രാമയാണെന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് കാര്യങ്ങളും അവരെ പറ്റിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചേച്ചി ഫാമിലിയൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ ഇത്തരത്തില്? ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞാൻ കാണാറില്ല. ഓരോരുത്തർ എനിക്ക് അയച്ചു തരും പറയാം. അപ്പം എനിക്ക് പറയാനുള്ള ലക്ഷ്മി എന്താ പറയാ, അന്നും ഇന്നും ഞങ്ങൾക്ക് ഒരുപോലെ നിൽക്കുന്ന ഒരാളാണ് അവള്, ചിന്നു. അന്ന് ഞങ്ങളെ കരുതിയ കരുതൽ ഇന്ന് നിമിഷം വരെ ഇപ്പൊ 7 മാസമായി ഏട്ടൻ പോയിട്ട്. ആ ഏട്ടന്റെ എന്താ പറയാ സ്വന്തം സഹോദരി എന്ന രീതിയിൽ തന്നെയാണ് ചിന്നു ഞങ്ങളെ കരുതുന്നത്. ആ സ്നേഹവും ആ കരുതലും എല്ലാം എന്താ പറയാ ഒരിക്കലും ഡ്രാമയല്ല. ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവര് എടുത്ത് പറയാതെ ഒരിക്കലും ഒരു ഡ്രാമയല്ല. ആ സ്നേഹവും കരുതലും എല്ലാം സത്യമാണ്. ലക്ഷ്മി നക്ഷത്രയുടെ ഞങ്ങളുടെ സ്വന്തം സഹോദരി ആണ് അവള്. ഓക്കെ ചേച്ചി, അതുപോലെ തന്നെ മറ്റാരും അറിയാത്തൊരു കാര്യമാണല്ലോ, അത് ഒരിക്കലും ലക്ഷ്മി നക്ഷത്രം അത് റിവീൽ ചെയ്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അവര് എല്ലാ മാസവും നിങ്ങൾക്കൊരു എമൗണ്ട് അല്ലെ മുടങ്ങാതെ തരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണമെങ്കിൽ ഇത് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇല്ല, അവൾ അങ്ങനെ ചിന്നു അങ്ങനെ ചെയ്തിട്ടില്ല. കിച്ചുമോനെ ചിന്നു ചേച്ചിയെ പറ്റി എന്താ പറയാനുള്ളത്? കാരണം ക്രിസ്മസിനൊക്കെ വന്ന് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരത്തിൽ പോയത്, എന്താ പറയാനുള്ളത്? ഹെൽപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓരോ മാസമാണേലും അമ്മയ്ക്ക് എന്തോ എമൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കും. ക്രിസ്മസിന് വന്ന് എല്ലാവരും ഹാപ്പി ആയിരുന്നു, ഇവനും ഹാപ്പി ആയിരുന്നു. അടിപൊളിയായിരുന്നു ക്രിസ്മസ്. അച്ഛനില്ലാത്തതിൻ്റെ ഒരു ഇതങ്ങ് മാറ്റി തന്നായിരുന്നു. ക്രിസ്മസ് മനോഹരമാക്കിയിട്ട് തന്നെ പോയത് ആണെന്നാണ്. ഇപ്പം നമ്മൾ എന്ത് നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ വിമർശിക്കാനായിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം കഴിഞ്ഞ ക്രിസ്മസിന് അവരിവിടെ വന്നു, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് മടങ്ങിപ്പോയി. പക്ഷെ ആ വ്ലോഗ് പുറത്തു വന്നതിന് ശേഷം, ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അവരെ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടൊക്കെ കമന്റുകൾ കൂടെ അവരെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? വിഷമം തോന്നാറുണ്ട്. പിന്നെ പറയുന്നവര് പറയട്ടെ, നമുക്കറിയാലോ എങ്ങനെയാണ് കാര്യങ്ങൾ. അതെ അതെ, ആ രീതിയിൽ അതൊക്കെ എടുക്കുന്നുള്ളൂ അല്ലേ? അവർക്ക് ഇത്തരത്തിൽ ഈ അധിക്ഷേപ കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പം എപ്പോഴെങ്കിലും ചേച്ചി ഇതിനെപ്പറ്റി അവരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അവര് പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തില് അങ്ങനെ എന്തെങ്കിലും ഒരു? ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിൽ അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഞങ്ങളൊന്നും ഞാൻ പറയും, എന്ത് വന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട ചിന്നുവെ. ഇതൊക്കെ നമുക്കോരോ ജയങ്ങളല്ലേ ഇതൊക്കെ. നമുക്ക് നമ്മളെ അറിയാം. ചിന്നുവിനെ എനിക്കറിയാം, സൂചിച്ചേട്ടനും അറിയാം, ചിന്നുവിന്റെ ഫാമിലിക്കും അറിയാം, ഞങ്ങളുടെ ഫാമിലിക്കും അറിയാം. പിന്നെ നമ്മളൊന്ന് നെഗറ്റീവ് കമന്റ്സ്, അപ്പൊ എനിക്കും കമന്റ്സ് വരുമല്ലോ നെഗറ്റീവ്. ഞങ്ങളുണ്ട് അതിങ്ങനെ ജസ്റ്റ് സൗഹൃദ സംഭാഷണം കൊടുത്ത് ഇപ്പൊ പറഞ്ഞിങ്ങനെ പോകുന്നല്ലാണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞങ്ങൾ പറയാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം എല്ലാവരും എന്താ പറയാ ഒരുപോലല്ലോ മനുഷ്യരാരും. ഇപ്പം ഞാൻ തന്നെ എന്തൊക്കെ കേൾക്കുന്നു, നെഗറ്റീവുകൾ കേൾക്കും, പോസിറ്റീവ് പറയുന്നൊരു പോസിറ്റീവ് പറയും. നമുക്കിപ്പം കമന്റ്സിൽ ചെന്നിട്ട് നമ്മൾ തിരിച്ച് കമന്റ് ഇടാനോ അല്ലെങ്കിൽ നമ്മളത് കേട്ട ഭാഗമേ നടിക്കണ്ട. അത്രേ ഉള്ളൂ. അത് അവരുടെ ഇത്. അല്ല നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ടോ, നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് കമന്റ്സിനോടൊന്നും മൈൻഡ് ചെയ്യാറില്ല. ചിന്നുവും എന്താ പറയാ സൂചിച്ചേട്ടനും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ്, സഹോദര ബന്ധമാണ് അവിടെ അത് കാണിക്കുന്നത്. ഞങ്ങളെ ഇതുവരെയായിട്ട് എന്താ പറയാ കൈവിട്ടിട്ടില്ല അവൾ. ആ ഒരു കരുതല് ഇപ്പൊ 7 മാസമായി. 7 മാസമായിട്ട് അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് തരുന്നുണ്ട്. അത് ആരുടെ അടുത്തും പബ്ലിക് ആക്കിയിട്ടില്ല. ഇത്രയും ഇത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും എന്താ പറയാ ചിന്നുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ചേച്ചി ഇത്രയും നന്മയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, അവരെയാണ് ഇത്തരത്തിൽ മോശമായി അധിക്ഷേപിക്കുന്നത്. ആ ചേച്ചിക്ക് ഇത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? ഞാനിത് കുറച്ചു മുന്നേ പറഞ്ഞ പോലെയാണ്. ആദ്യമൊക്കെ വിഷമമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ. പിന്നെ എന്താ പറയാ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കത്തുള്ളൂ. നമുക്ക് ആരുടെയും ചെന്ന് അവരുടെ ഫോണിനകത്ത് ചെന്ന് നമുക്ക് നെഗറ്റീവ് കമന്റ് അല്ല പോസിറ്റീവ് ആക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അവരത് ചെയ്തോണ്ടേ ഇരിക്കും നെഗറ്റീവ് പറയാനുള്ളത്. അവരോട് ഒന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കത്തില്ല. പിന്നെ എന്തിനാ നമ്മളൊന്നും പറയാനില്ല. നമ്മൾ നെവർ മൈൻഡ്.
ലക്ഷ്മി നക്ഷത്രം അന്ന് വന്ന ആ ഒരു ദിവസമൊക്കെ എങ്ങനെയായിരുന്നു? ഈ സർപ്രൈസ് ആയിട്ട് വരികയായിരുന്നോ? തീർച്ചയായിട്ടും സർപ്രൈസ് ആയിരുന്നു, തീർച്ചയായിട്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഹാപ്പി ആയിരുന്നു പറയാൻ കാരണം പിള്ളേർക്ക് ഋതപ്പനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ടോയിയാണ്. ഒരു 10-20,000 രൂപയുടെ ടോയ് ആണെന്ന് തോന്നുന്നു കുഞ്ഞിനെ മേടിച്ചോണ്ട് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ഒത്തിരി ടോയ്സ്. അത് ഭയങ്കര ഹാപ്പിനെസ് ആണ്, കാരണം കുഞ്ഞുങ്ങൾക്ക് അതൊക്കെയല്ലേ സന്തോഷം. അതുപോലെ ഡ്രസ്സ് ആണെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റുകളാണേലും അതിലിവര് ഒന്നും അല്ല. ലക്ഷ്മിയെ പോലെ ഒരാള് നമ്മുടെ വീട്ടിൽ വന്നല്ലോ ക്രിസ്മസിന്, അത് തന്നെ എന്താ പറയാ, അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നതും സന്തോഷമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഇത്തരത്തിലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് ഈ വട്ടം ഉണ്ടാവുമെന്നൊക്കെ കരുതിയിരുന്നു? ഒരിക്കലും ഇല്ല, കരുതിയിട്ടില്ലായിരുന്നു. സുധിച്ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനുണ്ടായിരുന്നല്ലോ. നമ്മള് ക്രിസ്മസ് ആയിട്ട് ആഘോഷമൊന്നുമില്ല. ഇപ്പൊ ലക്ഷ്മി അതാണ് പറയുന്നത്, അവൾ ആഘോഷിക്കാനൊന്നും അല്ല വന്നത്, ഒന്ന് ചെറിയ രീതിയിൽ അവളെ കൊണ്ട് പറ്റുന്ന പോലെ അല്ലെങ്കിൽ ചിന്നിനെ കൊണ്ട് പറ്റുന്ന പോലെ സുധിച്ചേട്ടന്റെ ഫാമിലി ഒന്ന് സന്തോഷിപ്പിക്കണം. അതായിരുന്നു മോളുടെ ഒരു എന്താ പറയാ ഒരു ഉദ്ദേശം. അത് എന്തായാലും സാധിച്ചു. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം ലക്ഷ്മി നക്ഷത്ര നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ഇവിടെ വരുന്നതൊക്കെ ചാനൽ റീച്ച് കൂട്ടാനാണെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ ഒരിക്കലും ഇല്ല. അങ്ങനെ എന്താ പറയാ, അങ്ങനെ നെഗറ്റീവ് അടിക്കുന്നവരുടെ അടുത്തും ഞാൻ അത് തന്നെ പറഞ്ഞേ. ലക്ഷ്മി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്നു, ഞങ്ങൾ ചിന്നു എന്നാണ് വിളിക്കുന്നത്. സുധിച്ചേട്ടൻ ചിന്നൂട്ടി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാവള്. സത്യം പറഞ്ഞ ആ ഒരു സഹോദര സ്നേഹം ഞാൻ അന്നും ഇന്നും ഒരുപോലെ എന്താ പറയാ, അവളുടെ ആ സ്നേഹം, ചിന്നുവിന്റെ സ്നേഹം, സുധിച്ചേട്ടനുള്ള സ്നേഹമാണ് ഞങ്ങളോട് ഇപ്പോഴും ആ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ പറഞ്ഞ പോലെ അവൾ ആ കരുതുന്നത്, എല്ലാ മാസവും ഞങ്ങളെ കരുതുന്നു. എല്ലാ ദിവസവും മിക്ക ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കഴിവതും എടുത്തിട്ട് എൻ്റെ അടുത്ത് ചേച്ചി ഞാൻ ഷൂട്ട് കഴിഞ്ഞോണ്ടേ വിളിക്കാവേ, അതുപോലെ തന്നെ വിളിക്കും. എന്നെ ചേച്ചി വല്ല ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേണം, എല്ലാം ചോദിക്കുള്ളൂ. എന്താ പറയാ, ഒരു അത്രയും വലിയൊരു സെലിബ്രിറ്റിയാണ് ലക്ഷ്മി നക്ഷത്രം. പക്ഷെ എനിക്ക് എന്താ പറയാ, ഞാനും അവളും തമ്മിലുള്ള, ഞാനും അവളും സുധിച്ചേട്ടന്റെ ഫാമിലി തമ്മിലുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വന്തം സഹോദരി. അതിൽ ഒന്നുമില്ല, അതിൽ വേറെ ഒരു കളങ്കവും ഇല്ല ആ ഒരു സ്നേഹത്തിൽ. ഈ ആൾക്കാർ പറയുന്നത് റീച്ച് കൂട്ടാനോ ഒന്നുമല്ല. അത് എന്താ പറയാ, അവൾക്ക് എല്ലാ നന്മകളും ഇനിയും കിട്ടട്ടെ. കാരണം എല്ലാം ഞങ്ങൾക്ക് ആ നന്മയിൽ നിന്ന് ഞങ്ങൾക്കും എന്താ പറയാ അവൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാമല്ലോ ചിന്നുവിന്. പക്ഷെ അങ്ങനല്ല, അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഈ സുധിച്ചേട്ടന്റെ ഫാമിലിയും ചിന്നുവും തമ്മിലുള്ള ബന്ധമാണ്, യഥാർത്ഥ ഒരു ബന്ധമാണ് ആ കാണിക്കുന്നത്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അല്ലാതെ റീച്ച് കൂട്ടാനോ ഒന്നും ഒരിക്കലും അല്ല. അത് വെറും മണ്ടത്തരമാണ് ഈ ആൾക്കാർ പറയുന്നത്. ഇപ്പം സുധിച്ചേട്ടൻ അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയും അവര് ഒരു സഹോദര ബന്ധം, അത്രയും ഒരു അടുപ്പമായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളെ മറക്കാതെ ഇപ്പോഴും പിന്തുണയ്ക്കുക, നിങ്ങളുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര. അപ്പം സുധിച്ചേട്ടന്റെ ആത്മാവ് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അല്ലെ? ഉറപ്പായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ആത്മാവുണ്ട്, സത്യം ഉണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ട് ഉറപ്പായിട്ട്. ചിന്നൂട്ടി എന്നാണ് സുധിച്ചേട്ടൻ വിളിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി ഇപ്പം ഈ വീടിന്റെ വാടക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? വാടക ഇതിപ്പം സുധിച്ചേട്ടൻ മരിച്ച വീട് തന്നെയാണ് വാടക വീട്. അത് അനൂപേട്ടൻ, നമ്മുടെ സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപേട്ടൻ ഇടപെട്ടിട്ട്, സ്റ്റാർ മാജിക്കിലെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് മെയിൻ, അവിടുത്തെ പിള്ളേരാണ് വാടക കൊടുക്കുന്നത്. എല്ലാ മാസത്തെ വാടക അവരാണ് കൊടുക്കുന്നത്. ചേച്ചി ഇപ്പം ഈ ലക്ഷ്മി നക്ഷത്ര, അനൂപ് ജോൺ, അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ കുടുംബമായിട്ട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നു. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും സുധിച്ചേട്ടനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെയോ മറന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മകളുമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോ എന്താണ് ഇപ്പോ സുധിച്ചേട്ടന്റെ മരണശേഷം ഇപ്പൊ ജീവിതം എന്താണ് തോന്നുന്നത്? ഇപ്പൊ ചേച്ചിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എപ്പോഴും കരയാനൊന്നും പറ്റത്തില്ലല്ലോ. എപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എന്ന് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഒരുപോലെ ഓർക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവർ ഓർക്കും നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മകൾ കൂടുതൽ. പക്ഷെ അല്ല, അനുഭവം ഉള്ളവർക്കേ അറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ദിവസം കൂടും തോറും ഏട്ടനെ പറ്റിയുള്ള ഓർമ്മകൾ കൂടുകയും അതുപോലെ ആ വേദന കൂടുകയും ചെയ്യണം. പക്ഷെ എനിക്കത് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും കരയാനോ പറയാനോ ഒന്നും. പക്ഷെ എൻ്റെ ഇമോഷണലായിട്ടുള്ള സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരോട് ഇപ്പം പേരൻസിനോട് ഞാൻ പറയാറില്ല അങ്ങനൊന്നും. എൻ്റെ മനസ്സ് തുറക്കുന്ന എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, അവർക്കറിയാം എന്നെ. ഞാൻ അവരോട് പറയും, കരയുകയൊക്കെ ചെയ്യും. അവർ പറയും എന്ത് ചെയ്യാനാ, വിധിയല്ലേ, വിധി ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയതല്ലേ. പിന്നെ
ഒരു എന്താ പറയാ, ഏട്ടൻ്റെ എല്ലാ സാധനങ്ങളും സത്യം പറഞ്ഞാൽ ടങ് ക്ലീനർ പോലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് സത്യം. ആളുടെ ഒരു സാധനങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചിന്നു ലക്ഷ്മി വന്ന വ്ളോഗിൽ ഇങ്ങനെ ഒരു മരിച്ച ആൾക്കാരുടെ ഡ്രസ്സിന്റെ മണം വെച്ചിട്ട് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. അപ്പം ചിന്നു എന്നോട് വാക്ക് തന്നിട്ടുണ്ട് അതിനെപ്പറ്റി. അന്ന് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ ഡ്രസ്സ് ഞാൻ എവിടെ നിന്നാണേലും അത് ആ മണം പെർഫ്യൂം ആക്കി തരാമെന്ന്. അവൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയാം. അപ്പം എന്തായാലും ഞാൻ ആ ഡ്രസ്സ് വരെ, മരിച്ച ആ ഡ്രസ്സ് വരെ, ഞാൻ മരിച്ചപ്പോൾ ഇട്ട ഡ്രസ്സ് പോലും ഞാൻ കളഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. ആള് കഴിച്ച ഒരു മുട്ടായിയുടെ കടലാസ് പോലും എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെയായിട്ടും അത് കളഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ വിക്സ് മുട്ടായി കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ആൾക്ക്. എപ്പോഴും പോക്കറ്റിൽ, ഇപ്പം ലാസ്റ്റ് ടൈമാണല്ലോ ആ ബാഗിനകത്ത് ഉണ്ട് ആ വിക്സ് മുട്ടായി. അപ്പം ഏട്ടൻ കഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വെക്കുന്ന ആ വിക്സ് മുട്ടായിയുടെ കവർ പോലും ഞാൻ ഇന്ന് വരെ കളഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് ഒരു ഓർമ്മ പോലെ തന്നെ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. ഡ്രസ്സാണെങ്കിലും ആളുടെ വീട്ടിലിരുന്ന ഡ്രസ്സ്, ഷൂസ്, അല്ലാതെ പുറത്ത് പോകുമ്പോൾ എടുത്ത ഷർട്ട്, എല്ലാം അതുപോലെ. ഇപ്പം പുതിയ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ആദ്യം എൻ്റെ സൂചിച്ചേണ്ട സാധനങ്ങളെല്ലാം ഞാൻ അവിടെ വെച്ചിട്ടേ, അല്ലെങ്കിൽ കബോർഡാണെങ്കിൽ കബോർഡിൽ വെച്ചിട്ടേ ഞങ്ങളുടെ പോലും വെക്കത്തുള്ളൂ എന്നുള്ള ഒരു, കാരണം ആളുണ്ട്, കൂടെ ഉണ്ട്, ഇട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല ആൾക്ക് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ചേച്ചി പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല. അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലുമൊക്കെ റിക്കവർ ആയിട്ടുണ്ടോ ചേച്ചി? തീർച്ചയായിട്ടും റിക്കവർ ആയിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, ചേച്ചി ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് റിക്വസ്റ്റ്, ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു മെസ്സേജ്, ചേച്ചിയുടെ അതേ അവസ്ഥയിൽ ഇപ്പം 3 മാസമായിട്ട് കടന്നു പോകുന്ന ഒരാളാണ് ചേച്ചി, എനിക്ക് മരിക്കാൻ തോന്നുന്നു, എനിക്കൊരു കുഞ്ഞുണ്ട് 1.5 വയസ്സുള്ള, ഞാൻ ആളുടെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കുട്ടിക്ക്, ആക്സിഡൻറ്റിൽ മരിച്ചതാണ് ഭർത്താവ്. അപ്പം ഞാൻ അതിനോട് പറഞ്ഞു, മോളെ ഇങ്ങനെ തന്നെ ചിന്തിച്ച ആളാണ് ഞാൻ, മരിക്കണം എന്നൊക്കെ പക്ഷെ ഒരിക്കലും എന്താ പറയുക, ഞാൻ ആ ജോഷ് ടോക്കിൽ പറഞ്ഞ പോലെ ആരും എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഹസ്ബൻഡ് മരിച്ചെങ്കിൽ അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ, അതായത് ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. മക്കൾക്ക് വേണ്ടി മോൾക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പം ആ കുട്ടി ഇത് കാണുമായിരിക്കണം. ആ കുട്ടിയോടും അതുപോലെ ഒരുപാട് വിഷമിച്ച് ഇരിക്കുന്നവർക്ക് ഞാൻ പറയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇതിനെല്ലാം പ്രതിസന്ധികൾ, ഇനിയും മുന്നോട്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളും എന്താ പറയുക പ്രയാസങ്ങളും വരും. അതിപ്പം ഞാൻ നിൽക്കുന്നില്ല, ഞാനിപ്പം കുറച്ചെന്നല്ല ഒരുപാട് ബോൾഡായി. അപ്പം അതുപോലെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടി, ഒരുപാട് സന്തോഷം ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നപ്പം, ഞാൻ ജീവിക്കും ചേച്ചി കുഞ്ഞിന് വേണ്ടി എന്ന് പറഞ്ഞു. അതുപോലെ ഓരോരുത്തർക്കും നമുക്ക് എന്താ പറയുക പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ ഒരു ഇതായിട്ടുണ്ട് ഞാൻ. കിസുമ എന്താണ് പറയാനുള്ളത്? കാരണം നമ്മളൊരു അച്ഛന്റെ സ്ഥാനം ഇനിയിപ്പോൾ ആര് വന്നാലും കിട്ടില്ല. ആ ഒരു വിടവ് ഒരു വലിയ വിടവ് തന്നെയാണ്, ഒരിക്കലും അത് നികത്താൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ അച്ഛൻ്റെ ഈ മരണശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ലൈഫ് നമ്മൾ എന്താണ് പറയാനുള്ളത്? അച്ഛൻ്റെ സ്ഥാനം ഇപ്പം എന്തായാലും ഇപ്പം എത്തൂല്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, ഇങ്ങനെ നോക്കുക. അതിപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛനും സന്തോഷമാവട്ടെ. അച്ഛന് വേണ്ടി ജീവിക്കുക, അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഉന്നതിയിൽ എത്തിച്ചേരുവല്ലേ. ഇപ്പം ഫ്ലവേഴ്സിൽ റീസെന്റ് ആയിട്ട് ഒരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളും അതിഥികളായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ ഇപ്പൊ വീണ്ടും ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾ വീണ്ടും പോയത്. സുചേട്ടന്റെ ഫാമിലി ചാനലാണ്. അപ്പൊ അവിടെ വീണ്ടും പോയപ്പോ എന്താ തോന്നി ആ ഒരു സ്റ്റേജിൽ പോയപ്പോ? സത്യം പറഞ്ഞാൽ ശ്രീകണ്ഠ സാറ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ചാനലിൽ നിന്ന് വിളിച്ചതും. ചെന്നപ്പോ തന്നെ എന്താ പറയാ, സുചേട്ടന്റെ ഒരു അസാന്നിധ്യം അവിടെ ഉണ്ടാകും. കാരണം എല്ലാത്തിലും ആളുണ്ടായിരുന്നല്ലോ. അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ, ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആൾ അവിടെ നിന്നേനെ എല്ലാ കാര്യവും. സ്റ്റാർ മാജിക് വേദിയിലോട്ട് ഇനി ഒരു ക്ഷണം ഉണ്ടായാൽ നിങ്ങൾ പോകും? അവര് ആ ഫാമിലിയോട്, അതായത് ഫ്ലവേഴ്സ് ഫാമിലിയായിട്ട് ഞങ്ങൾ എന്തായാലും അവരെന്ത് പറഞ്ഞാലും അവർ വിളിച്ച് ഞങ്ങൾ പോവും. ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ പോകും. കാരണം സൂചേന്റെ ഫാമിലി അതാണ്, സ്റ്റാർ മാജിക് ഫാമിലി.
തീർച്ചയായിട്ടും ഇനി വിളിക്കുമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർ മാജിക് വേദിയിൽ ഇനി കാണാൻ സാധിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും വിളിക്കുമല്ലോ, ഉറപ്പാണ്. ചേച്ചി, അതുപോലെ തന്നെ കൊല്ലത്തുള്ള സൂചിയേട്ടന്റെ ഫാമിലി, അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്? എങ്ങനെയാണ് ചേട്ടൻ്റെ ഫാമിലിയോ? എല്ലാ ദിവസവും ഏടത്തി ആണെങ്കിലും വിളിക്കും, സംസാരിക്കും, മെസ്സേജ് അയക്കും, കുഞ്ഞുങ്ങളുടെ കാര്യം ചോദിക്കും. കിച്ചു ആണെങ്കിലും ഇടയ്ക്ക് അവിടെയാണ് നിൽക്കുന്നത്, പഠിക്കാനും ഒക്കെ പോകും. അതുപോലെ ഇവിടെയും വരും. അങ്ങനെ എല്ലായിടത്തും നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. എന്താ പറയാ, കുഞ്ഞിന്റെ കാര്യമാണല്ലോ, പിള്ളേരുടെ കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ രേണു എപ്പോഴും ഇങ്ങോട്ട് ചോദിക്കും. ഏട്ടത്തി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏട്ടത്തി എന്ന് പറഞ്ഞാൽ സൂചിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറയും. ചെയ്തും തരാറുണ്ട് കേട്ടോ. അവരും നല്ല സ്നേഹത്തിലാണ്, ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അമ്മയാണേലും ചേട്ടനാണേലും പെങ്ങളാണേലും മക്കളാണേലും എന്നും അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട്. നമ്മളെ കരുതുന്നുണ്ട് അവര്. ലക്ഷ്മി നക്ഷത്ര വ്ലോഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനകത്ത് കുറെ ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അഭിപ്രായപ്പെടുന്നുണ്ട്, കിച്ചുമൊത്ത് ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറ്റി? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ക്ഷീണിച്ചു പോയതായിട്ട്? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചല്ലേ? കൂട്ടുകാരെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ നേരത്തെ കുറച്ച് തടി ഉണ്ടായിരുന്നു. ഏട്ടനുള്ള സമയത്ത് ഇതിലും കുറച്ചുകൂടെ തടി ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ അല്ല, നല്ല തടിയായിരുന്നു ആൾക്കപ്പം. ഏട്ടൻ എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ അവന് വണ്ണം കുറയ്ക്കണം എന്ന് പറയായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ഏട്ടനുള്ള ടൈമിൽ ജിമ്മിലൊക്കെ വിട്ടിട്ട് അവൻ ഉഴപ്പിപ്പോയി, പോകത്തില്ലായിരുന്നു. 1-2 ദിവസമൊക്കെ പോയിട്ട് ആള് മടിയായിരുന്നു. അപ്പം ഇപ്പം എന്നിട്ട് അതിൽ കമന്റ് ഒക്കെ കണ്ട് കുട്ടീനെ പട്ടിണി കിടത്തുവാണോ എന്നൊക്കെയായിരുന്നു കമന്റ്. പക്ഷെ അതൊന്നും അല്ല സത്യം. ആള് ജിമ്മിൽ പോകാൻ തുടങ്ങി. അതാണ് ആളുടെ ബോഡി ഇച്ചിരി ഫിറ്റായി. സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? +2 ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏപ്രിൽ ആകുമ്പോൾ എനിക്ക് അതിന്റെ എക്സാം ആണ്. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പം +2 കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? എന്താണ് മോന്റെ? ഞാനിപ്പോ ആനിമേഷൻ നോക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ബികോമിനെല്ലാം കയറാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. ഫ്ലവേഴ്സിൽ തന്നെ ജോയിൻ ചെയ്യാനാണോ? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഈ ഇടയ്ക്ക് ചെന്നപ്പോ ജോലി ഒന്നും റെഡി ആയില്ലെങ്കിൽ ഫ്ലവേഴ്സിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകണ്ഠനായ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഈ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് മാറാനായിട്ട് പോവാണ് ഉടനെ തന്നെ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ നിങ്ങൾക്ക്? എക്സൈറ്റ്മെന്റ് പിന്നെ തീർച്ചയായിട്ടും ആ പുതിയ വീട് എക്സൈറ്റ്മെന്റ് കാണുമല്ലോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എംപ്റ്റി ആണത്. എത്ര വീടാണെങ്കിലും അത് എംപ്റ്റി ആണ്. കാരണം അത് സുധിച്ചേണ്ട ആ വിടവ് അത് എംപ്റ്റി ആയിട്ട് തന്നെ കിടക്കും എപ്പോഴും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ഒരു വീട് ഫ്ലവേഴ്സ് കുടുംബം അതുപോലെ തന്നെ KHDC സംഘടനയും ഒന്ന് ഒത്തുചേർന്നാണല്ലോ ഇതിന്റെ തീർച്ചയായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു വീട് തന്നെയാണ് അവിടെ ഒരുങ്ങുന്നത്. ഒരിക്കലും നിങ്ങളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, നിങ്ങളെ അറിഞ്ഞു തന്നെ അവര് ചെയ്തു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. അതായത് നമ്മള് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനൊരു വീട്. നമ്മുടെ വീടല്ല, അത് സുധിച്ചേണ്ട വീട് തന്നെയാണ്. സുധിച്ചേണ്ട കൊടുക്കുന്ന വീടാണത്. സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ് ആ വീടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് 100 മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്കത് തൃപ്തിയാണ്. ഞങ്ങൾക്ക് ആ വീട് ഇപ്പൊ തന്നെ കാണുമ്പോൾ അത് എന്താ പറയാ, ഫ്ലവേഴ്സും അതായത് 24ഉം ആ സംഘടന അതിനകത്ത് ഉണ്ടാവും. അതായത് മിമിക്രി ആർട്ടിസ്റ്റ് ടിനിച്ചേട്ടനും പ്രസാദേട്ടനും ഒക്കെ ഉള്ള സംഘടന. അതുപോലെ നമുക്ക് സ്ഥലം തന്ന ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പിനും അതുപോലെ KHDC എന്ന് പറയുന്നത് അതാണ് മെയിൻ. അവരാണ് വീട് ചെയ്തു തരുന്നത്. അപ്പം അവിടുത്തെ ഫിറോസിക്ക ഇക്കാക്കും അതുപോലെ ഗോപാലൻ സാറും ശ്രീകണ്ഠ സാറും നമ്മുടെ അനൂപേട്ടനും എല്ലാവർക്കും പറഞ്ഞ ചിന്നു, സുധിച്ചേട്ടൻ്റെ സഹപ്രവർത്തകർ, സ്റ്റാർ മാജിക്കിലെ ആർട്ടിസ്റ്റുകൾ, സുധിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ പ്രേക്ഷകരും ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും രണ്ടുപേർക്കും വളരെ നന്ദിയുണ്ട്. നമ്മളും അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ. രണ്ടുപേർക്കും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.